ഈ ഫോണിന് കുറെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫോൺ മേടിക്കാൻ പോണവരുണ്ടെങ്കിൽ മേടിക്കണ്ട. അതൊന്നാമത്തെ കാര്യം. നമുക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ തന്നെ തുറക്കാണ്ട് ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചെറിയ കൊച്ചു വീഡിയോ കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു പുതിയ ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ എനിക്കിട്ട അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ പോണേ. അപ്പോൾ ഞാനൊരു 10 മാസം കറക്റ്റ് 10 മാസമായി തോന്നുന്നു കേട്ടോ. ഞാനൊരു സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് ഫോൺ മേടിച്ചായിരുന്നു. അപ്പോൾ അത് മേടിച്ച ടൈമിൽ ഇതുപോലെ അവിടുത്തെ പയ്യൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഇൻഷുറൻസ് ക്ലെയിം എന്തോ ഉണ്ട്, അത് ചെയ്യാൻ കൂടെ നല്ലതായിരിക്കും, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഫ്രീ ആയിട്ട് മാറ്റി കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യം ഉണ്ടായില്ല അത് കൂടാൻ വേണ്ടി. ഇതൊക്കെ കൂടായ്പാണ്, ഇങ്ങനെയൊന്നും ഫോൺ പോകുന്നില്ല, എന്തെങ്കിലും ക്യാഷ് കൊണ്ട് കാരണം കൊടുത്ത് ചെയ്തില്ല. അല്ല, എനിക്ക് താല്പര്യം ഉണ്ടായില്ലായിരുന്നു. പിന്നെ പുള്ളി നിർബന്ധിച്ചു. പിന്നെ ഈ ഫോണും ഫ്ലിപ്പും മടക്കണ ഫോണായതുകൊണ്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന ഭാവിയിൽ വരുമല്ലോ. അപ്പോൾ ഞാൻ എന്നാൽ കൂടാതെ കൂടി. പക്ഷെ എന്തോ ഇതുകൊണ്ട് തന്നെ കറക്റ്റ് 4 മാസമേ ഉള്ളൂ. ഫോൺ മേടി 4 മാസം ആവണുള്ളൂ, ഫോൺ കംപ്ലൈൻ്റ് ആയി. വീട്ടിൽ കൊച്ചുണ്ട്. അപ്പോൾ ഈ കൊച്ചിങ്ങനെ യൂട്യൂബൊക്കെ കാണുന്ന ടൈമിൽ തന്നെ തുറക്കും മടക്കും ആ ഒരു പരിപാടിയൊക്കെയാണ്. പിള്ളേരാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് ചെയ്ത് തോന്നണു. അങ്ങനെ കംപ്ലീറ്റ് ഫുൾ ഡെഡായി പോയി ഫോൺ. ഡെഡ് എന്ന് വെച്ചാൽ മടക്കിയ ഫോൺ പിന്നെ തുറന്നാൽ ഓപ്പൺ ആവില്ല. സാധനം വർക്കിംഗ് ആണ്, പക്ഷേ ഡിസ്പ്ലേയിലും സാധനം വന്നില്ല. 2 ഡിസ്പ്ലേ ഉണ്ട്. ബാക്ക് ഡിസ്പ്ലേ ഉള്ളിൽ കാണാൻ പറ്റും, മെയിൻ ഡിസ്പ്ലേ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നു. ഞാൻ നേരെ ഇതുപോലെ ഇവരെ സർവീസ് സെൻ്റർ ഉണ്ട് പെരുമ്പാവൂർ, അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവരത് സെറ്റായി തന്നു. അതിന് ശേഷം ഒരു 4-5 മാസം ആയിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഫോൺ വീണ്ടും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോൺ മടക്കിയിട്ട് കോളിങ് ബെല്ല് വരുമല്ലോ, അപ്പോൾ സൗണ്ട് കേൾക്കില്ല. മീൻസ് ഒരു ഭയങ്കര വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നത്. പിന്നെ അത് പിറ്റേ ദിവസം ഇതുപോലെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വൈറ്റ് സ്ക്രീനാണ് വന്നത്. അപ്പോൾ ഞാൻ നേരെ വീണ്ടും അതേ ഷോറൂമല്ല സർവീസ് സെൻ്ററിൽ പോയിട്ട് കാണിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത് മാറ്റം കിട്ടി. അപ്പോൾ ഞാൻ വീഡിയോയുടെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏത് ഒരു വിലയുടെ ഫോണാണെങ്കിലും ഈ പറഞ്ഞ ക്ലെയിമോ പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടിയിടാണെങ്കിൽ നല്ല ഉപകാരപ്പെടും. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ 10-30 രൂപ അടുത്ത് വരുമെന്ന് തോന്നുന്നു ഈ സാധനം മാറ്റണമെങ്കിൽ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി ഫോൺ ഇന്ന് കിട്ടി. ഞാൻ പോയി മേടിച്ചു. പിന്നെ അവരുടെ ഡീലിംഗ് പക്കയായിരുന്നു കേട്ടോ. ഒരു പയ്യനെ അതെല്ലാം സെറ്റാക്കി തന്നെ എനിക്ക് ഫോൺ ഫുൾ മാറ്റി. ബാറ്ററിയും പിന്നെ അതിൻ്റെ പാനലും മറ്റേ ഡിസ്പ്ലേ എല്ലാം കൂടി മാറ്റി ഫ്രഷ് ഫോൺ എങ്ങനെയാണോ എനിക്ക് അതുപോലെ തന്നെ പുള്ളി ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും ഇപ്പോൾ ഫോൺ പുതിയ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ വക സാധനം മസ്റ്റാട്ടോ ചെയ്തിടണം, ഇല്ലെങ്കിൽ പണി കിട്ടും, കയ്യിൽ നിന്ന് കിടന്ന ക്യാഷ് പോകും. അപ്പോൾ ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഉപകാരപ്പെടട്ടെ. എനിക്കെന്തായാലും ഉപകാരപ്പെട്ടു അത് ചെയ്തുകൊണ്ട് തന്നെ. പിന്നെ വേറെ കാര്യം കൂടി, ഇപ്പോൾ ഈ ഫോണിന് കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫ്ലിപ്പിന്. എനിക്ക് തോന്നുന്നു ഫ്ലിപ്പ് 6 തൊട്ടാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോൺ മേടിക്കാൻ പോണവരുണ്ടെങ്കിൽ മേടിക്കണ്ട. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ചെറിയ ഫോണാണ്. ഞാൻ അങ്ങനെ ഫോൺ പൊതുവെ ഉപയോഗിക്കലില്ല. ഇത് ജസ്റ്റ് മടക്കണ ഫോണായത് ചെറിയ ഫോണാണല്ലോ, കോളിംഗ് മാത്രമേ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ തന്നെ തുറക്കാണ്ട് സംസാരിക്കാം. ആകെയുള്ള ഗുണം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആവും. ഇത് കണ്ട, ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആയിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടി എടുത്ത് ഫോണാട്ടത്. പിന്നെ ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞൊരു 2012 തൊട്ട് കംപ്ലീറ്റ് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഐഫോൺ ചെറുത് 12, 6, 7 ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫോൺ ഞാനൊരു 2 വർഷം മുന്നേ ഈ ഫോൺ കണ്ടായിരുന്നു ഇത് ഇറങ്ങിയ ടൈമിൽ. അപ്പോൾ എനിക്ക് അന്ന് തൊട്ട് എടുക്കാനുള്ളൊരു മോഹം കൊണ്ട് ഇപ്പം അങ്ങനെ ഒന്ന് എടുത്താണ്. പിന്നെ ഈ സാധനം ചെറുതാണ്, തീരെ ചെറിയ ഫോണാണ്, കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്. ശരിക്കും ലേഡീസ് ഫോൺ ഉപയോഗിക്കണം. പക്ഷേ എനിക്ക് ഫോൺ ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്താണ്. ആ ഒരു ഗുണം ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സംസാരിക്കാം, പിന്നെ വ്ളോഗ് വേണ്ടി ചെയ്യാം, ആ പരിപാടി ഉള്ളൂ. അപ്പോൾ എടുക്കാൻ പോണവർ ഇത് എടുക്കണ്ട. ഇതിൻ്റെ വേറെ വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്, ഫ്ലിപ്പ് 6 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്താൽ മതി. പിന്നെ 2 ഫോണുള്ളവർ മാത്രം എടുത്താൽ മതി കേട്ടോ. വേറെ സ്പെയർ വേറെ ഫോൺ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഫോൺ എടുത്താൽ മതി. പണിയാണ്. ഫുൾ ടൈം റഫ് യൂസ് ചെയ്താൽ ഈ ഫോൺ കംപ്ലൈൻ്റ് ആവും എന്നൊക്കെ എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് പറയണതാണ്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ നോക്കിയെടുക്കണം. അപ്പോൾ ഓക്കെ, ഒരു ചെറിയ കൊച്ചു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ഷോർട്ട് ബ്രേക്ക്.